ജനാധിപത്യ സമരങ്ങളോടൊന്നും ഒരു പേടിയില്ല. ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞല്ലോ, എന്താണ് സമരത്തിന്റെ ആവശ്യം എന്നുള്ള കാര്യം രേഖാമൂലം എഴുതി തന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ്. PMശ്രീയുടെ കാര്യത്തിൽ അവർ നിവേദനം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയെ ചെന്ന് നേരിട്ട് കണ്ടിരുന്നു. കേന്ദ്രമന്ത്രി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പിട്ടാൽ മാത്രമേ കാശ് തരുള്ളൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 1500 കോടി രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ABVPക്കാർ സമരം ചെയ്യേണ്ടത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെത്തിക്കാണ് സമരം ചെയ്യേണ്ടത്. അവിടെ സമരം ചെയ്ത് ഈ കാശ് വാങ്ങി തരുന്നതിന് വേണ്ട നടപടിയാണ് സ്വീകരിക്കേണ്ടത്. രാജ്ഭവനിൽ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധമാണ് ഭാരതാംബ വിഷയത്തിൽ സമരം നടത്തുന്നത്. അങ്ങനെയാണ് രാഷ്ട്രീയ സമരമായിട്ട് കാണുന്നത്. ഇത് രാജ്ഭവനിൽ നിന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണല്ലേ അവർ ABVPക്കാർ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ലല്ലോ. ഇപ്പോൾ PMശ്രീയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, സമരം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസിന് മുന്നിലെത്തിക്കാണ് സമരം നടത്തേണ്ടത്. അവർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല SFIക്കാർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു, KSU തന്നിട്ടുണ്ടായിരുന്നു, AISF തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേന്ദ്രമന്ത്രിയെ ചെന്ന് കണ്ട് സംസാരിച്ചു. അവർ 1500 കോടി രൂപ തരാൻ തയ്യാറല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യമാണെങ്കിൽ അവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിലാണ്.